ഒരു പേപ്പർ പേനയാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഒരു റീഫില്ലറും ഒരു A4 പേപ്പറും എടുക്കുക. ഒരു A4 പേപ്പറിൻ്റെ പകുതി മതി. ഇനിയിപ്പോൾ റീഫില്ലർ അതിനകത്തേക്ക് വെച്ച് അത് പതുക്കെ ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ 1 രൂപയ്ക്കൊക്കെ റീഫില്ലറുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ആവശ്യത്തിന് മേടിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞതും എന്നാൽ നന്നായിട്ട് തെളിയുന്നതുമായിട്ടുള്ള റീഫില്ലറുകൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ചിലവ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ പോലെയുള്ള ഇത് പേപ്പർ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ചിലവ് കുറവായിരിക്കും. നമുക്കിത് ഇതുപോലെ ചുരുട്ടിയെടുക്കാനായിട്ട് ആദ്യം ഞാൻ റീഫില്ലറിലോ അല്ലെങ്കിൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് പശ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതെ അല്ലാതെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൈ കൊണ്ട് തന്നെ അത് അങ്ങനെ ഉരുട്ടി ആ പേപ്പർ ഇങ്ങനെ ഒരു കുഴൽ പോലെ ചുരുട്ടിയെടുക്കുകയാണ് ഇങ്ങനെ. ഇപ്പോൾ ഞാൻ വെറുതെ റീഫില്ലർ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ലൂസാണ് റീഫില്ലർ. അതുപോലെ തന്നെ എന്നാലും ഞാനത് മുകൾ ഭാഗം വരെ ചുരുട്ടി അതിന് ശേഷം ഇനി നിവർത്തി ഇനി റീഫില്ലർ വെച്ച് നന്നായിട്ട് അത് ചെയ്തെടുക്കാം. അപ്പോൾ സ്പ്രിങ് പോലെ അത് ചുരുണ്ട് തന്നെ പോകണം. അപ്പോൾ നമുക്കൊന്ന് വെച്ചിട്ട് പതുക്കെ അത് ഇനിയും അങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. അത് റീഫില്ലർ അതിനകത്ത് വെച്ചോണ്ട് റീഫില്ലർ പശ തേക്കുന്നതാണ് നല്ലത്. അതെനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. പശ നമുക്ക് തേക്കുവാണെങ്കിൽ റീഫില്ലർ അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പശ തേക്കുവാണെങ്കിൽ റീഫില്ലർ അവിടെ ഒട്ടിപ്പിടിച്ച് തന്നെ ഇരുന്നോളും. ഇനി അത് പതുക്കെ ഇതുപോലെ ചേർത്ത് വേണം ഉരുട്ടാനായിട്ട്. നല്ല ഉരുട്ടി നല്ല പെർഫെക്റ്റായിട്ടിരിക്കണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് ചേർത്ത് വേണം ഉരുട്ടാൻ. അങ്ങനെ മുകളിലോട്ട് ഉരുട്ടി എടുക്കുക. അങ്ങനെ മുകളിൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഏതാണ്ടൊരു പേനയുടെ വലിപ്പം നമുക്ക് കിട്ടും. കാരണം റീഫില്ലർ കൈ പിടിച്ച് എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം ഇച്ചിരി കൂടി ഇതായി കണ്ടോ. അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ നമുക്ക് പിടിച്ചെഴുതാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് ആ ഒരറ്റം പശ വെച്ച് ഒട്ടിക്കണം. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് കട്ടും ചെയ്ത് കളയണം. ഒത്തിരി നീളം കൂടുതലുണ്ട്, അവിടെ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇതിനൊരു ക്യാപ്പും കൂടെ വേണം. ക്യാപ്പ് ഞാൻ ആ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ്. പക്ഷെ നല്ല കളർ പേപ്പറൊക്കെ വെച്ച് നമ്മളിത് ചെയ്യുവാണെങ്കിൽ പേന വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഇത് കളർ പേപ്പറൊന്നും എടുത്തിട്ടില്ല, A4 പേപ്പർ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇനി നമുക്ക് അത് ഒട്ടിച്ചെടുത്തു. നന്നായിട്ട് ഒട്ടിക്കണം, ഇല്ലെങ്കിൽ അത് തുറന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് അതങ്ങ് നമ്മൾ ചുരുട്ടിയത് വിടർന്നു പോകും. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ്. അത് നല്ല കട്ടിയുണ്ട്, അവിടെ ഇച്ചിരി പാടാണ് മുറിക്കാനായിട്ട്. ഇനി അത് വെച്ച് തന്നെ ഒരു ക്യാപ്പാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നന്നായിട്ട് മുറുക്കി അത് ചുരുട്ടിയില്ലേ നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഈ റീഫില്ലർ മുകളിലോട്ട് കയറിപ്പോൾ ഇതുണ്ടോ, അത് തന്നെ എടുത്ത് ഞാനൊരു ക്യാപ്പാക്കി ആണോ. ക്യാപ്പിനെ ഒട്ടിച്ചെടുക്കണം, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ വേറെ കളറുകൾ പരീക്ഷിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ പേനയും ക്യാപ്പും എല്ലാം ഒരു കളർ ചേഞ്ചും ഇല്ലാത്തതുകൊണ്ടൊരു ഇത് തോന്നും. പക്ഷേ നമുക്ക് ഉണ്ടോ അത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു പേന ഉണ്ടാക്കിയെടുക്കാം. അതും പ്രകൃതി സൗഹൃദമായ പേന. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് അത്രയും കുറയ്ക്കാം. റീഫില്ലർ മുഴുവൻ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബാക്കി അത്രയും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ സിമ്പിളായിട്ട് കുറച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ക്യാപ്പ് കൊണ്ട് നമുക്ക് എഴുതാൻ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്നൊരു പേപ്പറിൽ എഴുതുന്നില്ല, ഒന്ന് വരച്ച് നോക്കാം, ഒരു പ്രശ്നമില്ല. സാധാരണ ഒരു പേന ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ഷേപ്പാണെങ്കിലും കണ്ടില്ല, നല്ല കറക്റ്റായിട്ടുള്ള ഇതാണ്. നമ്മൾ ആ ക്യാപ്പിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ്. അപ്പം ഇത് നിർമ്മിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പശ ഉപയോഗിച്ചിട്ട് വേണം, റീഫില്ലർ ഒട്ടിച്ചിട്ട് വേണം അത് ചുരുട്ടാനായിട്ട് തുടങ്ങാൻ. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ എഴുതുമ്പോൾ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാകും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.